നമ്മളങ്ങനെ മിംസിലൊന്ന് അഡ്മിറ്റായി നമ്മളെ നേരെ വീൽ ചെയറിലേക്ക് തട്ടി നമ്മളെ റൂമിലേക്ക് കൊണ്ടുവന്ന ചോദിച്ചാലും പറഞ്ഞു ഇവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീൽ ചെയർ തന്നെ പോകണമെന്ന വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സാധനത്തിലേക്ക് ഇരുന്ന് ഇങ്ങനെ പോകുമ്പോൾ വല്ലാത്തൊരു ക്രിഞ്ച് എഫക്റ്റ് ആണ്. ഉരുണ്ടുണ്ട് അവസാനം നമ്മളെ റൂമിലെത്തി. നമ്മൾ റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ടേബിള്, ചെയർ, നമ്മളെ മെയിൻ ബെഡ്, ഒരു സോഫ, പിന്നെ തരക്കേടില്ലാത്തൊരു വൃത്തിയുള്ള ബാത്റൂം. നമ്മൾ അങ്ങനെ റൂമെല്ലാം വിശദമായി കണ്ട് നമ്മളെ ബെഡിലേക്ക് കയറി കിടന്നുകൊണ്ട് ടി വി കാണേണ്ട സെറ്റപ്പ് എല്ലാം ഉണ്ട്. ആ സമയം ഒരു റിമോട്ട് കണ്ണുപെട്ടത്. പിന്നെയല്ലേ മനസ്സിലായത് നമ്മളെ ബെഡ് ഏത് ഷേപ്പിലും സെറ്റ് ചെയ്യാന്ന്. നാളെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആവശ്യം വരും. അപ്പോഴേക്ക് ഫുഡ് അടിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നത്. നമ്മളെ വീട് പോലെയല്ല, കുറച്ച് കടലക്കറി, 2 ചപ്പാത്തി, പിന്നെ കുറച്ച് കുക്കുംബറും. അങ്ങനെ ഓപ്പറേഷൻ ഉണ്ട്. നമ്മൾ രാവിലെ തന്നെ പുതപ്പിച്ച് കിടത്തി ബെഡോട് കൂടി നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. അന്നേരമാണ് മനസ്സിലായത് ഈ ബെഡിനെ കൊണ്ട് ഇങ്ങനെ ഉപകാരം ഉണ്ടെന്ന്. അങ്ങനെ ഓപ്പറേഷൻ ശുഭകരമായി കഴിഞ്ഞ് നമ്മളെ ബോഡി തിരിച്ച് നമ്മൾ റൂമിലേക്ക് തന്നെ കൊണ്ട് അൺലോഡ് ചെയ്ത് തന്നു. അപ്പോഴേക്ക് ഫുഡ് കഴിക്കേണ്ട സമയമായിരിക്കുന്നു. ഫുഡിന് കഞ്ഞിയും തോരനും, കഞ്ഞിയാണെ കഞ്ഞി, അങ്ങനെ കഞ്ഞിയും കുടിച്ച് ഇങ്ങനെ ഇരുന്ന് നമ്മൾ കഞ്ഞിയാന്ന് വെച്ചാൽ നമ്മളെ കൂടെ വന്നവർക്ക് ക്യാൻറ്റീൻ നല്ല അടിപൊളി ഫുഡ് തന്നെ നമ്മൾ വാങ്ങി കൊടുത്തിന്. ഇവരെ ക്യാൻറ്റീനെ കുറിച്ച് കൂടുതൽ പറയാനില്ല, സംഭവം നല്ല സെറ്റപ്പാണ്. ഒരു ഹോസ്പിറ്റൽ ക്യാൻറ്റീനാന്ന് കണ്ടാൽ പറയില്ല. നമ്മളെ ക്യാൻറ്റീന് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ്, പൊറോട്ട, പിന്നെ ചില്ലി ചിക്കൻ ഓർഡർ ചെയ്ത് വാങ്ങി. നമ്മളെ അനിയ മൂപ്പറെ കൊണ്ട് ആയി തന്നെ കുറച്ച് പൊറോട്ടയും ചില്ലി ചിക്കനും മിക്സ് ചെയ്ത് കഴിപ്പിച്ച് മൂപ്പർ അടിപൊളി എന്നാ പറഞ്ഞത്. പിന്നെ ചില്ലി ചിക്കനിലേക്ക് നമ്മളെ ഫ്രൈഡ് റൈസും കുറച്ച് ചിക്കൻ കറിയും മിക്സ് ചെയ്ത് മൂപ്പറെ കൊണ്ട് കഴിപ്പിച്ച് അതും തരക്കേടില്ല എന്നാ മൂപ്പർ പറഞ്ഞത്. ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു കപ്പ് കഞ്ഞും കൂടി നമ്മൾ ഓർഡർ ചെയ്ത് കുടിച്ച് കടന്നങ്ങ് ഉറങ്ങി.